നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്കും സ്വീകരണം നൽകി. ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിപ്പയും കോവിഡും ഏത് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല വരുന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. കളിയൊരു ലഹരി പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ വാർഡ് കൗൺസിലർ ആതിര ജോഷി ഗോൾ അടിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഫ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്കും സ്വീകരണം നൽകി. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി മോൻസ് ജോസഫും അബു ജോൺ ജോസഫും മറുപടി പ്രസംഗം നടത്തി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്കും സ്വീകരണം നൽകി. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബെന്നി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, പാർട്ടി ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ തോമസ് പെരുമന, ആന്റണി ആലഞ്ചേരി, നോബൽ ജോസഫ്, MJ കുര്യൻ, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, സംസ്ഥാന സെക്രട്ടറി M മോനിച്ചൻ, ഷൈനി സജി, ജോൺസ് ജോർജ്, ബ്ലേസ് ജി വാഴയിൽ, ജോയി കൊച്ചിക്കരോട്ട്, ബിജു പോൾ, സജി, ജോജി, ജോസ് പൊട്ടംളാക്കൽ, AV ജോസൂട്ടി, NJ ചാക്കോച്ചൻ, സണ്ണി കളപ്പുര, MT ജോണി, തമ്പി, ഫിലിപ്പ്, സിനു, സാബു, ടോമിച്ചൻ മുണ്ടുപാലം, അഡ്വക്കേറ്റ് ഷൈൻ, ഷാജി ചിലമ്പിൽ, സാജു പട്ടിരിമഠം, ജോയി, ചാപ്ലിൻ തോമസ്, കൃഷ്ണകുമാർ, ഷൈനി റെജി, സജി P ജോസ്, രാജീവ് ഭാസ്കർ, ടോമി കാവാലം, വർഗീസ് സക്കറിയ, ബിനു ജോൺ, അഡ്വക്കേറ്റ് എബി തോമസ്, AS ജയൻ, സണ്ണി തെങ്ങുംപിള്ളിൽ, അനു ജിജോ, ബിബിത, ജിൻസ് ജോൺ ആയത്തുപാടം, ജോബി പടിഞ്ഞാറിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി മോൻസ് ജോസഫും അബു ജോൺ ജോസഫും മറുപടി പ്രസംഗം നടത്തി. മിക്കവാറും ഇവിടെ വന്ന് യോഗങ്ങളിലെല്ലാം പങ്കെടുത്ത ശേഷം രാത്രി 9 മണിക്കുള്ള മൂലമറ്റം ഫാസ്റ്റിലാണ് നമ്മുടെ പഴയ തൊടുപുഴയിൽ തൊടുപുഴയും ബസ്സാണ് ഇത്രയും വലിയ വികസനമാണ് നടത്തിയത്. തൊടുപുഴ ഇപ്പോൾ പഴയതുമായി നോക്കിയാൽ തിരിച്ചറിയാൻ കഴിയും. അന്ന് നമ്മുടെ പാർട്ടി ഓഫീസ് മാതായുടെ വാതിക്കൽ രാത്രിയിൽ കാത്തു നിന്ന് ഇവിടെ നിന്ന് തട്ടുദോശയെല്ലാം കഴിച്ച് കയറി പോകുമ്പോൾ ജേക്കബ് സാറ് വന്ന യോഗം കഴിഞ്ഞ് ഇവിടെ തൊടുപുഴയിൽ ഇവിടെ പ്ലേസും തിരിയാണ് എപ്പോഴും എല്ലാ രാത്രിയും ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റി വിട്ട് ഇവിടുന്ന് ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് തുറന്നു അല്ലെങ്കിൽ ഇത് പോകണം. അങ്ങനെ നമ്മൾ വന്ന് നിരന്തരമായി രാത്രികാലം. ഇന്ന് നമുക്കറിയാം കേരള കോൺഗ്രസ് പാർട്ടിയില് 7 MLAമാരുണ്ട് എന്ന് പറയുമ്പോൾ അതിലും മറ്റൊരു വലിയ നേട്ടം ഈ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് 6 ജില്ലകളില് കേരള കോൺഗ്രസ് പാർട്ടിക്ക് MLAമാരുണ്ടെന്നുള്ളതാണ്. അങ്ങ് തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ 6 ജില്ലകളില് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതികരിച്ച MLAമാർ ഇവിടെ അസംബ്ലിയിലുണ്ട്. ഈ 6 ജില്ലകളിലും നിങ്ങൾ ഒന്ന് വിലയിരുത്തുവാണെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 6 ജില്ലകളാണ് ഈ 6 ജില്ലകൾ. ഈ പറയുന്ന തൃശ്ശൂരും, ഈ പറയുന്ന എറണാകുളവും, ഈ പറയുന്ന ഇടുക്കിയും,
ഈ പറയുന്ന പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയുമെല്ലാം കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേരോട്ടമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ജനപ്രതിനിധികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ടുള്ള അടുത്ത 5 വർഷം ഈ മേഖലകളിലെ കർഷക വിഷയങ്ങളും ഈ മേഖലകളിലെ ചെറുപ്പക്കാരുടെ വിഷയങ്ങളും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ്, പാനൽ ഡിസ്കഷൻ എന്നിവ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PK സലീംകുട്ടി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ പ്രിവെന്റിംഗ് ഫുഡ് ബോൺ ഡിസീസ്, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ജില്ലയിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ്, പാനൽ ഡിസ്കഷൻ എന്നിവ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ നാട്ടില് ഹോട്ടലുകളോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സംരംഭമാണ് ലബോറട്ടറി ക്ലിനിക്കുകൾ ഒക്കെ. അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം നാം തന്നെ നോക്കേണ്ടതും കൂടിയുണ്ട്. രാവിലത്തെ എക്സസൈസും വ്യായാമവും ഒക്കെ. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പം നമ്മൾ ആരും തന്നെ കൃഷി നമ്മുടെ ഇവിടങ്ങളിൽ തന്നെ ചെയ്യുന്ന അപൂർവം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PK സലീംകുട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. നമ്മൾ ചെറിയ എട്ടുകാടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ആ നിൽക്കുന്ന ആൾ കടന്നു പോകും. പിന്നെ നമ്മളത് അന്വേഷിച്ച് പോയി കാടെടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു മാസത്തിൽ 4-5 പണിക്കാരും മാറിപ്പോകുന്ന ഒരവസ്ഥ ഭയങ്കര ദയനീയ സ്ഥിതിയാണ് ശരിക്കും നമ്മുടെ നാട് നേരിടുന്നത്. മലയാളികളായിട്ടുള്ള ഒരാൾ പോലും ഇത്തരം പ്രവർത്തനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മറ്റ് സ്ഥാപനങ്ങൾ പോലെ ഒരിക്കലും ഹോട്ടൽ വ്യവസായത്തെയും റെസ്റ്റോറൻറ്റുകളെയും ബേക്കറികളെയും കാണാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിപ്പയും കോവിഡും ഏത് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല വരുന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നമ്മൾ ശ്രമിക്കണം. നിപ്പയെ നേരിടാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ ലോകം ബഹുമാനിച്ചപ്പോൾ അന്ന് പലരും അതിനെ പരിഹസിച്ചിരുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. നിപ്പയും കോവിഡും ഏത് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല വരുന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. കോപ്പിയടിക്കുന്നവർ ഭരിക്കുന്ന സർക്കാരില്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണ്. കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ നമ്മൾ ശ്രമിക്കണം. നിപ്പയെ നേരിടാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ ലോകം ബഹുമാനിച്ചപ്പോൾ അന്ന് പലരും അതിനെ പരിഹസിച്ചിരുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം അതിന് സജ്ജമാണ്. നിപ്പയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത മാത്രം മതിയെന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞു. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇപ്പൊ വന്നത് എന്നാണ് അതെ 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 നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പൊ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ പരിഹസിച്ചെങ്കിലും അമേരിക്കയിലെ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യമന്ത്രിയോടൊപ്പം എന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്നൊരു ഫലകം ഞങ്ങൾക്ക് തന്നപ്പോൾ ഈ കുപ്പി കഷ്ണം വാങ്ങാനാണോ അവിടെ പോയെന്നൊക്കെ ചോദിച്ചിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇരുന്നു കൊണ്ടാണ് ഈ ചർച്ച നടത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവരോട് സംസാരിച്ചു. മുഖ്യമന്ത്രി എന്നോടാണ് ആവശ്യപ്പെട്ടത്, ആരോഗ്യമന്ത്രി അത് വിശദീകരിക്കാം. അങ്ങനെ വിശദീകരിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അഭിനന്ദിച്ചു. ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് അവർ ചോദിച്ചത്, ടു കണ്ടെയ്ൻ ദി സച്ച് കൈൻഡ് ഓഫ് എ വൈറസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം.
ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതും ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുടെ സഹകരണമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതന്നെയാണ് ശരിയും. അപ്പോൾ അതാണ് നമ്മൾ പരാജയപ്പെടരുത്, ഇതിനെല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ സംഘടനാ വിലയിരുത്തൽ സാധാരണമാണ്. അസാധ്യമായ നിരവധി കാര്യങ്ങൾ പാർട്ടി ചർച്ചകളെക്കുറിച്ച് മാധ്യമങ്ങളിൽ നൽകുന്നുണ്ട്. വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉൾപ്പെടെ വ്യക്തികളെ കൊലപ്പെടുത്തുകയും വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. കാഫിർ ദൃശ്യം ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു അന്വേഷണം നടത്തണമെന്നും പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുമായുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നത് ശരിയല്ലെന്നും അന്വേഷണം നടത്തണമെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. ഇനി നെഞ്ചെടുപ്പിന്റെ താളമുയർന്ന നാളുകൾ. ലോകം ഒരു തുകൽ പന്തിലേക്ക് ചുരുങ്ങുമ്പോൾ ആവേശത്തിന്റെ ചൂടിലാണ് എല്ലാവരും. എഴലൂരിലെ ഫുട്ബോൾ ഫാൻസും ഒട്ടും പുറകിലല്ല. നെയ്മറിന്റെയും റൊണാൾഡോയുടെയും മെസ്സിയുടെയും ആരാധകർ ആവേശത്തോടെയാണ് ലോകകപ്പ് കളിക്കായി കാത്തിരിക്കുന്നത്. പച്ച പുൽമൈതാനത്ത് ബൂട്ടണിഞ്ഞ കാലുകൾ പന്ത് തട്ടി കളിക്കുമ്പോൾ ലോകമൊന്നാകെ ആവേശത്തിലാകും. ലോകകപ്പ് കിക്ക് ഓഫിന് ലോകം കാത്തിരിക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനായി ഹോൾഡിങ്ങും തോരണങ്ങളുമായി ഫാൻസും ആവേശത്തിലാണ്. എഴലൂരിലെ യൂണിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ അംഗങ്ങളും തങ്ങളുടെ ഇഷ്ട ടീമിനായി ബോർഡ് ഉയർത്തിക്കഴിഞ്ഞു. നെയ്മറും മെസ്സിയും റൊണാൾഡോയും എഴലൂരിന്റെ വഴിയോരത്ത് തിളങ്ങി നിൽക്കുന്നു. തങ്ങളുടെ ടീം കപ്പുയർത്തുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. 2026 വേൾഡ് കപ്പിൽ ബ്രസീൽ ഉറപ്പാണെങ്കിൽ കപ്പടിയും. നെയ്മർ അന്യായ കളി കളിക്കും. ടീം ഫുള്ള് പവറായിരിക്കും. കപ്പ് 2026 നെയ്മറിന് തന്നെ, ബ്രസീൽ. അങ്ങനെ ഈ പ്രാവശ്യം കമ്പാക്ക് അടിച്ച് മെസ്സി രണ്ടാമത്തെ കപ്പ് അടിക്കാൻ പോവുകയാണ്. മറ്റേ ക്ലബ്ബുകൾ ടീമുകൾ പലതും പറയും, അതിന് കാര്യമില്ല. ഇപ്രാവശ്യ കപ്പും നമുക്ക് തന്നെയാണ്. മയക്കുമരുന്നിനും മറ്റു ലഹരികൾക്കും പിന്നാലെ പോകാതെ കളിച്ചു വളരുന്ന കുട്ടികൾ അഭിമാനമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. എഴലൂർ എന്ന് പറയുന്നത് കാൽപന്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ലോക ഫുട്ബോള് ആവേശമായിട്ട് മാറിയിരിക്കുകയാണ് എഴലൂര്. ഈ കുട്ടികളെ പോലെയുള്ളവർ ലഹരിക്കോ അതിൻ്റെ പുറകെ മയക്കുമരുന്നിനോ പോകാതെ ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വരുന്നത് സ്വാഗതാർഹമാണ്. സ്പോർട്സിനോടും ഗെയിംസിനോടും ഒക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഇവിടെ ഈ പിള്ളേർക്ക് എന്തെങ്കിലും വേണ്ട സഹായങ്ങൾ, എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. അതിനുവേണ്ട പ്രോത്സാഹനവും എൻ്റെ മനസ്സും സഹായവും എപ്പോഴും ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും. ഫുട്ബോൾ ആവേശത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് കൂടെയുണ്ടാകുമെന്ന് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു ക്ലബ്ബ് ഉള്ളതായിട്ടാണ് നമുക്കറിയായിരുന്നു. പക്ഷേ ഇവർ ഇത്ര ആക്റ്റീവ് ആണെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇതിന് എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ജോൺസൺ ചേട്ടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ജോൺസൺ ചേട്ടൻ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, കൃഷിയിലും ബാക്കി ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവർക്ക് എൻ്റെ എല്ലാവിധ സഹായങ്ങളും ഇവർക്കുണ്ടാകും. കഴിഞ്ഞ തവണ ലോക ജേതാക്കളായ അർജന്റീനയും 2 തവണ ജേതാക്കളായ ഫ്രാൻസും 2010 ചാമ്പ്യന്മാരായ സ്പെയിനും ഇംഗ്ലണ്ടും ലാറ്റിൻ അമേരിക്കൻ പവർ ഹൗസ് ബ്രസീലുമെല്ലാം ആരാധക കൂട്ടങ്ങൾക്ക് കാൽപന്ത് കളിയുടെ വിസ്മയ വിരുന്നൊരുക്കാൻ കളത്തിലിറങ്ങുമ്പോൾ തൊടുപുഴ ഏഴല്ലൂരിലും ആവേശത്തിലാകും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കളി ഒരു ലഹരി പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ എല്ലാ കുട്ടികൾക്കും അവസരം നൽകി. വാർഡ് കൗൺസിലർ ആതിര ജോഷി ഗോൾ അടിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ലഹരിക്കൊപ്പം കളിയൊരു ലഹരി സീസൺ 2 പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂൾ. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ എല്ലാ കുട്ടികൾക്കും അവസരം നൽകി. ഗോൾ അടിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക സമ്മാനവും നൽകി. കുട്ടികൾ വിവിധ രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞാണ് എത്തിയത്. കഴിഞ്ഞ വർഷം എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ഫുട്ബോൾ സ്കൂളിൽ നിന്ന് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി 2ാം ഘട്ടമായാണ് കളിയൊരു ലഹരി പദ്ധതി നടപ്പാക്കിയത്. മൊബൈലിനും മറ്റു ലഹരിക്കും അടിമപ്പെടാതെ കളി ജീവിതത്തിലെ ഒരു ലഹരിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വാർഡ് കൗൺസിലർ ആതിര ജോഷി ഗോൾ അടിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കളി ഒരു ലഹരി എന്ന പരിപാടിയിലോട്ട് എന്നെ വിളിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ലഹരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു നെഗറ്റീവ് മീനിങ്ങാ തോന്നുന്നത്. പക്ഷെ ലഹരി മാത്രമല്ല, അതിന്റെ മുമ്പിൽ ഒരു വാചകോടെ ഉണ്ട്, കളി. കളിയാണ് നമ്മളെ എല്ലാത്തിനും മുൻപന്തി നിർത്തുന്നത്. നമുക്കറിയാം, നല്ലൊരു കളിയിലൂടെ നല്ലൊരു വ്യായാമമാണ് ഉണ്ടാകുന്നത്. അതിലൂടെ നല്ലൊരു ആരോഗ്യമാണ് നമുക്കുണ്ടാകുന്നത്.
നമുക്ക് നല്ല രീതിയിൽ വളരണമെങ്കിൽ എന്ത് വേണം? കളികളിൽ ഏർപ്പെടണം. അതുപോലെ നമുക്ക് വിജയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യണേനും നമുക്ക് കളിയിൽ ഏർപ്പെടണം. അല്ലെങ്കിൽ എന്താ, നമുക്കറിയാം കുറെ കുട്ടികള് മൊബൈലിലൂടെ കണ്ട് കളിയിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ ആത്മഹത്യയൊക്കെ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മള് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറന്ന് നമുക്ക് മണ്ണിലോട്ട് ഇറങ്ങി ഡിജിറ്റൽ യുഗം വേണ്ട. കളിക്കാനായിട്ട് നമുക്ക് ഡിജിറ്റൽ വേണ്ട, പഠനത്തിനായിട്ട് നമുക്ക് ഡിജിറ്റൽ ഉപയോഗിക്കാം. കളികൾക്കായിട്ട് നമുക്ക് മണ്ണിലിറങ്ങി കൂട്ടുകൂടി നമുക്ക് ചെളിയും മഴയും എല്ലാം നനഞ്ഞ് അതിലെല്ലാം കളിച്ച് നല്ലൊരു കളിക്കാരനായിട്ട് വിജയപരാജയങ്ങളെ നേരിടാൻ നല്ലൊരു ആത്മധൈര്യം നമുക്ക് നേടിയെടുക്കണം. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൻഡ്രൂസ് പീച്ചാട്ട്, ഹെഡ്മാസ്റ്റർ ഷിൻഡോ ജോർജ്, ആൽബിൻ ജോസഫ്, സിനു സണ്ണി, ആശ പി ജോർജ്, സൗമ്യ ജോസഫ്, അൽഫോൺസ വർഗീസ്, റോയ് തോമസ്, ഡിംപിൾ വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫിഫ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഫിഫ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിന് സമീപം നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം KL ജോസഫ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സുരേഷ് വർഗീസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബേബി വർഗീസ്, ജെയിൻ അഗസ്റ്റിൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ദീപ്തി മരിയ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക പരിസ്ഥിതി ദിനത്തിൽ കരിമണ്ണൂർ കൈരളി വനിതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹാളിൽ വച്ച് ഊഞ്ഞാൽ കിളികൾ ഷോർട്ട് ഫിലിം പ്രദർശനോദ്ഘാടനം നടന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി VV ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ എലിസബത്ത് ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് കൈരളി വനിതാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹാളിൽ വെച്ച് ഊഞ്ഞാൽ കിളികൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം നടന്നു. പ്രൊഫസർ എലിസബത്ത് ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് പരിസ്ഥിതി ദിനാചരണവും ഷോർട്ട് ഫിലിം പ്രദർശനവും ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി VV ഷാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൈരളി വനിതാ ലൈബ്രറി ബാലവേദി കൂട്ടുകാർ വായനാ കളരി 2026ന്റെ ഭാഗമായി നടത്തിയ കുട്ടികളുടെ രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കയ്യെഴുത്തു മാസിക ഊഞ്ഞാൽ കുരുവികളും പ്രകാശനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EK രാജപ്പൻ പ്രകാശനം നിർവഹിച്ചു. ഷോർട്ട് ഫിലിം സംഗീതരചന സംവിധാനം PK ശ്രീകുമാറാണ്. സംഗീത സംവിധാനം ബെന്നിക്കുട്ടി ഈപ്പനാണ് നിർവഹിച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് തൊണ്ടിക്കുഴ സ്കൂൾ ഹെഡ് മാസ്റ്റർ അജിമോനാണ്. യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അധ്യാപിക ജെസി, KSSPU ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ എന്നിവർ സംസാരിച്ചു. കൈരളി സാംസ്കാരിക വേദി സെക്രട്ടറി KJ തോമസ്, നേതൃസമിതി കൺവീനർ KP മധുസൂദനൻ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഷോർട്ട് ഫിലിം പ്രദർശനം നടന്നു. പഠിക്കാം, നേരിടാം.
അനീതികൾ തടയാൻ നമുക്ക് പണി ചെയ്തിടാം കൂട്ടരെ. കെട്ടി നിൽക്കും വെള്ളമെല്ലാം മണ്ണിലൊഴിക്കൂ വേഗത്തിൽ. കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂളിൽ തൊടുപുഴ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കരാട്ടെ, തായ്ക്കൊണ്ട, ബോക്സിംഗ്, കളരി, യോഗ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. സ്കൂളിലെ 100-ൽ-അധികം വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ആഷ്ലി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിയ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു. കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂളിൽ കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കരാട്ടെ, തായ്ക്കൊണ്ടോ, ബോക്സിംഗ്, കളരി, യോഗ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. സ്കൂളിലെ 100-ലധികം വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ആഷ്ലി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിയ, CCA ഇൻചാർജ് അഞ്ജന പി ജോർജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 100-ഓളം കുട്ടികൾ നമുക്ക് ഇന്ന് കരാട്ടെ ക്ലാസ്സിനായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് നമ്മുടെ ഈ ലൈഫിൽ ഒരുപാട് നല്ലതാണ്. കരാട്ടെ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും സന്ദർഭങ്ങളിൽ ആവശ്യമായി ഇതൊക്കെ നമ്മുടെ ഇനിയുള്ള ലൈഫിൽ, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ സർഗാത്മകമായിട്ടുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തെടുക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ഇപ്പം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നമ്മുടെ കരാട്ടയിലൂടെയൊക്കെ നമ്മുടെ സ്വയരക്ഷ അല്ലേ, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ എല്ലാ തരത്തിലും നമുക്ക് എന്തുണ്ടാവണം, ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒത്തിരിയേറെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതൊക്കെ പുറത്തെടുക്കാനുള്ളൊരു വേദികളാണിത്. അപ്പോൾ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ കരാട്ടെ സ്പോർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ ഖ്വാഷി ബേബി അബ്രഹാം, ഇൻസ്ട്രക്ടർമാരായ റിൻഡു സെബാസ്റ്റ്യൻ, TM സീനത്ത്, സന്ധ്യ സജീവ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിന്റെയും മേമടങ്ങ് ഹൈസ്കൂളിന്റെയും നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുമോൾ ജോബിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് K ജോർജ് അധ്യക്ഷത വഹിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കുട്ടികളിലും പൊതുജനങ്ങളിലും എത്തിക്കുവാനും കുട്ടികളെ ലഹരിയുടെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും അരിക്കുഴ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിന്റെയും മേമടങ്ങ് ഹൈസ്കൂളിന്റെയും നേതൃത്വത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുമോൾ ജോബിഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അനീഷ് K ജോർജ് അധ്യക്ഷത വഹിച്ചു. ആവോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിൻസ് പുളിക്കായത്ത്, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ലൗഷ സിറിയക്, അധ്യാപകരായ തോമസ് കുര്യൻ, എലിസബത്ത് ജോർജ്, PTA അംഗങ്ങളായ ജോളി വർഗീസ്, ജയൻ D എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്നു. വിജയികൾക്കുള്ള സമ്മാനദാനം മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ജിനു ജോർജ് നിർവഹിച്ചു. കാവന റെഡ് മാക്സ് സ്പോർട്സ് ക്ലബ്ബ് പെനാൽറ്റി ഷൂട്ടൌട്ടിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അരിക്കുഴ. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി അടിയന്തര ആലോചനാ യോഗം വിളിച്ചതായും 12-ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇടുക്കി MLA റോയ് K പൗലോസ് അറിയിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി അടിയന്തര ആലോചനാ യോഗം വിളിച്ചതായും 12-ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിന് ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഇടുക്കി MLA റോയ് K പൗലോസ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികളിലേക്ക് കടക്കുന്നതെന്നും MLA വ്യക്തമാക്കി. കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ ചില പത്രവാർത്തയൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അവിടെ വലിയ ക്യൂ നിൽക്കുന്നതായിട്ടും ആവശ്യത്തിന് ജീവനക്കാരവിടെ ഇല്ലായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടതുപോലെ 2 ബിൽഡിങ്ങുകളിലേക്കുമൊക്കെയുള്ള ആളുകളുടെ യാത്രയ്ക്കുള്ള പ്രയാസങ്ങൾ, അതുപോലെ മെഡിസിൻ എവിടെ ഇല്ല എന്നുള്ളത്, ഈ പരാമർശിക്കപ്പെട്ട ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 12-ാം തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. എന്താണ് അവിടുത്തെ ഒരു യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് മീറ്റിങ്ങിൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ അതിന് മുമ്പ് തന്നെ 12-ാം തീയതിക്ക് മുമ്പ് തന്നെ അവിടെ വിസിറ്റ് നടത്തി കാര്യങ്ങളൊന്നുകൂടി പരിശോധിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. താമസിയാതെ
തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇടുക്കി മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കുമെന്നും MLA അഭിമുഖത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വണ്ടിപ്പെരിയാർ പഴയ പാലത്തിലെ കൈവരി തകർന്നത് വഴിയാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും അടക്കം ഭീഷണിയാവുന്നു. വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പാലത്തിൽ നിന്നും പെരിയാർ നദിയിലേക്ക് വീഴാനും ജീവഹാനി ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. അടിയന്തരമായി താൽക്കാലിക കൈവരിയെങ്കിലും സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതാണ് വണ്ടിപ്പെരിയാറിലെ ചരിത്ര പാരമ്പര്യമുള്ള പെരിയാർ നദിയുടെ കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന പഴയ ബ്രിട്ടീഷ് പാലം. പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് തർക്കങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഇരുമ്പ് പൈപ്പ് കൊണ്ടുള്ള കൈവരികൾ തുരുമ്പെടുത്ത് തകരുകയും കുറച്ചു ഭാഗങ്ങൾ ഒടിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധിയായ സ്കൂൾ കുട്ടികളും അതോടൊപ്പം തന്നെ പെരിയാർ ടൗണിലേക്ക് എത്തുന്ന ആളുകളും പാലത്തിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ വരികയാണെങ്കിൽ സൈഡിലേക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ അബദ്ധത്തിൽ കൈവരിയിൽ പിടിക്കുന്നതോടെ കൈവരി തകരുകയും പെരിയാർ നദിയിലേക്ക് വീഴുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതലായും സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ജീവഹാനി വരെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് ആശങ്ക പങ്കുവയ്ക്കുന്നു. കൈവരികളൊക്കെ പകർന്നു കിടക്കുകയാണ്. അത് ഒത്തിരി ആൾക്കാർ യാത്രയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ ബസ്സൊക്കെ വണ്ടികളൊക്കെ വരുമ്പോൾ സൈഡ് കൊടുക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ കയറിയൊക്കെ നിൽക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഇതുപോലെ സ്കൂൾ സമയങ്ങളിൽ കൊച്ചു കുട്ടികളൊക്കെ ഒത്തിരി ഏറിയാണ് പോകുന്നത്. അവർക്കെല്ലാവരും ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് 2 വർഷം മുൻപ് മുള ഉപയോഗിച്ചുള്ള താൽക്കാലിക ബാരിക്കേഡ് സംവിധാനം ഏർപ്പെടുത്തിയത്. എന്നാൽ അതും ഇപ്പോൾ നശിച്ച അവസ്ഥയിലാണ്. ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. നാട്ടുകാരുടെയും ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികരുടെയും ആവശ്യമാണ് ഇത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ രാപ്പകൽ സമരം തുടങ്ങി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവി ഷാജി ഉദ്ഘാടനം ചെയ്തു. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, NTA പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. സമാപനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 10 കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പിന്നീട് പല വർഷങ്ങളായി രാജ്യത്തിന്റെ അകത്ത് നടപ്പാക്കുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ NTA-ക്കല്ലായിരുന്നു നീറ്റ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള അധികാരപരിധി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്നത്. 2017 ഒരു ഏജൻസിയെ നിയോഗിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് പോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ, നീറ്റ് മാത്രമല്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും JEE എൻട്രൻസ് എക്സാമുകൾ, UGC നെറ്റ് എക്സാമുകൾ എല്ലാം തന്നെ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് NTA പിരിച്ചുവിടുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് അഖിൽ ബാബു അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്, വൈസ് പ്രസിഡന്റ് സ്റ്റെനിൻ രാജു, ജോയിന്റ് സെക്രട്ടറി S അരുൺകുമാർ, സെക്രട്ടേറിയറ്റ് അംഗം MS ആരോമൽ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനും നിയമസഭാ ചീഫ് അബു ജോൺ ജോസഫ് MLAക്കും സ്വീകരണം നൽകി. ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ വെച്ച് ഇടുക്കി ജില്ലയിലെ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിപ്പയും കോവിഡും ഏത് സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല വരുന്നതെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. കളിയൊരു ലഹരി പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ വാർഡ് കൗൺസിലർ ആതിര ജോഷി ഗോൾ അടിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഫിഫ ലോകകപ്പിന്റെ പ്രചരണാർത്ഥം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.